100ആയി. നല്ല വെയിലുണ്ട് കണ്ടോ, 100ആയി. കാലമാടാന്നല്ല നീ ഉദ്ദേശിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഗഷ് പോലെ വരുന്നുണ്ട് ഒരുപാട്. ഇല്ലടി 34 നീ. അയ്യോ 40ആയി. എവിടെ നിന്നാ? പെട്ടെന്ന് തീരുടി, 24 മണിക്കൂർ എടുക്കുവോ? ലിപ്സ്റ്റിക് കിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ കുളു 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 ഇങ്ങനെ. എന്ത് വിധിയത്, വല്ലാത്ത ചതിയത്, ഓക്കാപ്പുറത്തന്ന് പിന്നീതൊരടിയത്. പണി വെട്ടി ഗൈസ്. വാട്ടർ ബ്രേക്ക് ആയിട്ടിരിക്കുകയാണ് ഞങ്ങളിന്ന്. എന്താ ഇപ്പം സംഭവിക്കുന്നതെന്ന് പറഞ്ഞ്? വാട്ടർ ബ്രേക്കായി നമ്മളിവിടെ വന്നു. അപ്പോൾ അവർ അതിൻ്റെ കളറൊക്കെ നോക്കി, വാട്ടറിൻ്റെ കളർ. പക്ഷെ അതെന്തോ ഒരു ഗ്രീൻ കളർ ഉണ്ടല്ലേ. അപ്പോൾ അവരതെന്താന്ന് നോക്കാം. അമ്മേ വാട്ടർ ബ്രേക്ക് ആയിട്ട് ഇവിടെ ഇവർ ഇട്ടിട്ടിരിക്കുക. ഇവർ ചുമ്മാ വന്നിട്ട് ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും അത് അങ്ങനെയാണ്. എന്താ പ്രശ്നം? കോൺട്രാക്ഷൻസ് 50 തന്നെ കയറുക കണ്ടോ. 48 അപ്പം ഉണ്ട്. നമ്മുടെ വാട്ടർ ഫ്ലൂയിഡിന് ഒരു ഗ്രീൻ കളർ പോലെ എന്തോ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് അവരറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പോയേക്കുക. എന്താ ഇതാ ആണോ? തോന്നുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു ഗഷ് പോലെ വരുന്നുണ്ട് ഒരുപാട്. അത് സാരമില്ല. പക്ഷെ ഇപ്പം അവിടെ പച്ച കളർ വരുന്ന സാധനം അവർ ഇട്ടിട്ടില്ലല്ലോ. അതറിയില്ല എന്താന്ന്. പക്ഷെ ഫുൾ ടൈം 50 റേഞ്ചിൽ നിൽക്കണുണ്ടോ കോൺട്രാക്ട്. പെയിൻ വന്നു തുടങ്ങി. അതുകൊണ്ട് അതാ 50 റേഞ്ചിൽ നിൽക്കണേ. എന്താകുമെന്ന് അറിയില്ല ഇവിടുത്തെ അവസ്ഥ വെച്ച്. നാട്ടിലേക്കാണെങ്കിൽ അവരിപ്പോൾ മരുന്ന് വെച്ച് ചെയ്തേനെ. ഇതിപ്പോൾ അവർ മരുന്ന് വെക്കില്ല. കാരണം ഓൾറെഡി പെയിൻ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് മരുന്ന് വെക്കില്ല. ആണോ? പെയിൻ എന്നോട് ഇവിടെ വന്നപ്പോൾ അവർ ചോദിച്ചു കോൺട്രാക്ഷൻ ഉണ്ടോ. പക്ഷെ വന്നപ്പോൾ എനിക്ക് ഉണ്ടായില്ല. വന്നപ്പോൾ ജസ്റ്റ് വാട്ടർ ബ്രേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നേ. ഞാൻ വന്നിട്ട് എന്നിട്ട് ഞാൻ അമ്മയും കൂടി സെൽഫിയൊക്കെ എടുത്ത് ചിരിച്ചുകൊണ്ടായിരുന്നേ. എന്നിട്ട് അപ്പോൾ ഒരു കോൺട്രാക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് 8 മണിയായപ്പോൾ തൊട്ട് ഞാൻ ചേട്ടനോട് പറയാണ്ടിരുന്നതാ. ചേട്ടൻ ധൃതി പിടിച്ച് വരണ്ടാന്ന് ഓർത്തിട്ട്. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് 1 മണിക്കൂറല്ല, ഞാൻ ചേട്ടനെ വാട്ടർ ബ്രേക്ക് ആയിട്ട് ഇവിടെ വന്നിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് ഇവിടെ 7 മണിയായപ്പോൾ എത്തിയതാ. 8:30 ആയപ്പോഴാണ് ഇപ്പോൾ കയറ്റിയത്. 1.5 മണിക്കൂറായി. അവരെന്നോട് പറഞ്ഞു എന്നെ വേഗം കയറി വന്നിട്ട് അവന് വാട്ടർ ബ്രേക്ക് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കോൺട്രാക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. പക്ഷേ എനിക്കറിയാമല്ലോ ഓൾറെഡി. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കൂടെ മൂവ്മെൻറ്റ് കുറവാന്ന് പറഞ്ഞ് വന്നപ്പോൾ പെയിൻ എടുത്തിട്ട് വന്ന് നിൽക്കണവർ കണ്ടു. പക്ഷെ അതിങ്ങനെ കൂടി വന്നുണ്ട് നടുവിൽ നിന്ന്. ഇപ്പോൾ കൂടി കാണുന്നുണ്ട്. വെള്ളം പോവാ ടാപ്പ് തുറന്നിട്ട്. പെട്ടെന്ന് തീരുടി. 24 മണിക്കൂർ എടുക്കുവോ? 24 മണിക്കൂറിനുള്ളിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവും. അതുകൊണ്ട് എന്തായാലും അതിനവർ ടൈം ചോദിച്ചത്. അത് നമ്മൾ കറക്റ്റ് ടൈം പറയണം. എനിക്ക് പിന്നെ 5 മണിന്ന് പറയണോ? നാളെ 5 മണിക്ക് മുമ്പ് എടുക്കൂല. 1 മണിക്കൂർ നേരത്തെ എടുക്കട്ടെ. പക്ഷെ ഓൾറെഡി എൻ്റെ വാട്ടർ അതിന് മുന്നേ ബ്രേക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നില്ലേ. ചേട്ടൻ എന്നെ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങാന്നല്ലേ പറഞ്ഞേ. അത് ഞാൻ പറയാം എപ്പോൾ ബ്രേക്കായിന്ന് എക്സാക്ട്ലി എനിക്കറിയില്ല. കാരണം ഈ പറഞ്ഞ പോലെ ചേട്ടനെ ഞാൻ വിളിച്ച് കഴിഞ്ഞ് ഫോൺ വെച്ച് എനിക്ക് ചെറുതായിട്ട് വിശന്നു. അപ്പോൾ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ എണീറ്റ് കഴിഞ്ഞപ്പോൾ
ചെറുതായിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ യൂഷ്വലി വെച്ച് നമുക്ക് ഇങ്ങനെ അല്ലാണ്ട് യൂറിൻ പോകുമല്ലോ, ഇങ്ങനെ ചിരിക്കുമ്പോൾ ഒക്കെ ഇപ്പോൾ പോകണ്ടായിരുന്നില്ലേ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അയ്യോ വെള്ളം 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 അയ്യോ അമ്മേ വേദന എടുക്കുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥ. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ചെയ്ത് തന്നെ ഉണ്ടോ? ഞാൻ തന്നെ അനുഭവിക്കണ്ടേ? അയ്യോ എന്തെങ്കിലും ചെയ്ത് തന്നെ പറയണേ. അമ്മയെ വേദന എടുക്കണേ. പക്ഷെ മീറ്ററിൽ തന്നെയല്ലടി 34 നീ. അയ്യോ അയ്യോ 40 അമ്മയെ വേദന എടുക്കണം. എവിടെ നിന്നാ? അതായിട്ട് കാണിക്കില്ല പണ്ടാരത്തില്. 49, 51, 55 ആയി. വേദന ഇങ്ങനെ കയറി തന്നെ ഉള്ളൂ. ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. അമ്മേ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ല. വെള്ളം പോണ ചിരിപ്പിക്കില്ലേ? അയ്യോ നീ മിണ്ടാതിരിക്കേ. കാര്യം പറഞ്ഞ സീരിയസ്ലി ഞാൻ വേഗം ചാടി ഇറങ്ങി, വീട്ടിൽ നിന്ന് വേഗം ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് ഞാൻ അയ്യോ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടില്ല എന്നാ പറഞ്ഞത്. നീ മേക്കപ്പ് ഇടാത്ത എന്താ? ഒരുങ്ങിയിരിക്കണ്ടേ? അറിഞ്ഞു ഇത്ര. പക്ഷെ എന്ത് പെട്ടെന്നാ സംഭവിച്ചേ. നമ്മുടെ സിനിമയിലൊക്കെ ഇങ്ങനെ കാണും, ഇങ്ങനെ എല്ലാവരും പറയും വാട്ടർ ബ്രേക്ക് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത് ഞാൻ എണീറ്റ് പിന്നെ അത് കഴിഞ്ഞ് ടോയ്ലറ്റിൽ പോയപ്പോഴത്തേക്കും യൂറിൻ പാസ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നിട്ടും ഇങ്ങനെ പോവുക. നമ്മൾ യൂറിൻ പാസ് ചെയ്തുമ്പോൾ നമുക്കറിയാമല്ലോ. പക്ഷെ എന്നിട്ടും ഇങ്ങനെ പോവുക. അപ്പം ഞാൻ എൻ്റെ അമ്മയോടൊന്ന് പറഞ്ഞു, എന്താണെന്ന് അറിയില്ല, വെള്ളമാണോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ എന്നാണെങ്കിൽ പാഡ് വെച്ച് നോക്കുന്നു പറഞ്ഞു. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ നമുക്കറിയില്ലല്ലോ, ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ വാട്ടർ ബ്രേക്ക് തന്നെയാണോ, ഇനി അല്ലാണ്ട് ഇവിടെ വന്ന് ഇവർ ഓടിച്ചു വിടൂലേ. അതുകൊണ്ട് ഞാൻ 5 മിനിറ്റ് നോക്കാം. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ കുളു 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 ഇങ്ങനെ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി, കാരണം നമ്മുടെ കൺട്രോൾ അല്ലാണ്ട് ഇങ്ങനെ പോവുക. അപ്പോഴേക്കും ഞാൻ വേഗം ചാടി എണീറ്റു. ബെഡ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചാടി എണീറ്റപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ കൺട്രോൾ അല്ലാണ്ട് ഇങ്ങനെ പോവാ. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ വേഗം അമ്മയോട്, അപ്പോൾ അമ്മയുടെ മുറിയുടെ മുമ്പിലൊക്കെ പോയായിരുന്നോ നീ? ഞാൻ അതുവഴിയല്ലേ ഇങ്ങനെ പോയേ. ആ മുറിയുടെ അവിടെയൊക്കെ കുറെ വെള്ളം കിടക്കുന്നുണ്ട്. അതാ പറഞ്ഞ ഞാൻ ഓടി വന്നു അതിനകത്ത് ചവിട്ടി. ഞാൻ അമ്മയുടെ അങ്ങോട്ടേക്ക് പോയി, അമ്മയുടെ റൂമിലേക്ക് പോയി. എന്നിട്ട് ഞാൻ അമ്മയോട് ഇങ്ങനെ പറയും, എന്താ ചെയ്യുക ട്രൈ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അമ്മ പറഞ്ഞ് ടാക്സി വിളി. ഞാൻ പിന്നെ ആംബുലൻസ് വിളിക്കാമെന്നു. അപ്പോൾ അമ്മ ആംബുലൻസ് വിളിച്ച് എത്ര നേരം എടുക്കും വരാൻ. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ ടാക്സി വിളിക്കാമെന്ന് പറഞ്ഞു. ചേട്ടനെ വിളിച്ചിട്ട് കിട്ടണ്ടോ? നീ 2 തവണ വിളിച്ചു. ചേട്ടനെ വിളിച്ചിട്ട് കിട്ടണല്ലോ. അപ്പം അമ്മ ചേട്ടനല്ല, ആദ്യം ഹോസ്പിറ്റലിൽ വിളിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് കഴിഞ്ഞപ്പം അവരെടുക്കണില്ല. അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് ടാക്സി വിളിച്ച് കഴിഞ്ഞ് ടാക്സി വന്നു. ആ സമയത്താണ് ഞാൻ ചേട്ടൻ്റെ PL-നെ വിളിച്ചത്, മാനേജറെ. എന്നിട്ട് ഞാൻ വേഗം പറഞ്ഞു, എൻ്റെ വാട്ടർ ബ്രേക്കായി, അർജുൻ്റെ വൈഫാണ്, വേഗം പുള്ളിനെ ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. ഞാൻ ആംബുലൻസിൽ പോവാന്ന് പറഞ്ഞു. ആ പുള്ളി വേഗം ഓക്കെ എന്നിട്ട് വെച്ച് പുള്ളി പെട്ടെന്ന് ഫോൺ എടുത്തു. സ്റ്റീവിനാണോ മറ്റേ ഡേവിനെ പെട്ടെന്ന് ഫോൺ എടുത്തു. ഒറ്റ റിങ് അടിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്തപ്പോൾ സമാധാനം. ആ പുള്ളി എന്താ പറഞ്ഞേ? പുള്ളി പെട്ടെന്ന് ഓക്കെ ആയിരുന്നു ഇൻഫോം പറഞ്ഞിട്ട്. പുള്ളി വന്നാൽ അത് പറഞ്ഞില്ല. പുള്ളി വന്നിട്ട് എന്നോട് പറയുകയാണെ നിൻ്റെ വൈഫ് ഹോസ്പിറ്റലിലാണ്, നീ പോക്കണം പറയും. അപ്പം ഞാൻ പറഞ്ഞില്ല, വൈഫ് ഹോസ്പിറ്റലിലല്ല, വൈഫ് വീട്ടിലുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ നിൻ്റെ വൈഫ് ഹോസ്പിറ്റലിലാണ്. പുള്ളിയല്ല, വേറെ പുള്ളി വന്നിട്ട്, നിൻ്റെ വൈഫ് ഹോസ്പിറ്റലിലാണ്, നീ പൊക്കോ. ഞാൻ ഇല്ല, പോകണ്ട, എനിക്ക് പോകണ്ട, വൈഫ് വീട്ടിലുണ്ട്, കുഴപ്പമൊന്നും. കാരണം ഞാൻ നിന്നെ ബ്രേക്കിന് വിളിച്ചിട്ടല്ലേ ഞാൻ പോയേ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നടന്നേ. അമ്മ എന്നിട്ട് പറയുന്നത്, ചേട്ടൻ ഇപ്പോൾ വിളിച്ചല്ലോ. അയ്യോ അച്ഛൻ ഇപ്പോൾ വിളിച്ച് ഫോൺ വെച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ അവിടെ വിളിച്ച് നന്നായി. അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ഞാൻ പറഞ്ഞ അവിടെ പോയി കാര്യം പറഞ്ഞ് ഇറക്കണ്ടെന്നേ. അവസാനം അവരെന്നോട് പറഞ്ഞു, നീ പൊക്കോ. എനിക്ക് പോകണ്ട, കാരണം എനിക്ക് നാളെ ഞാൻ ലീവ് എടുക്കണമെന്ന്. ഞാൻ ഇന്നും പോയി ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ, ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ പറഞ്ഞല്ലോ വൈഫിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, എപ്പോഴേയും നമുക്ക് പോകേണ്ട വരും. അപ്പോൾ അവൻ പറഞ്ഞു, നീ എപ്പോഴേയും പറഞ്ഞായിന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ പറഞ്ഞോളാം. അപ്പം ഞാൻ വിചാരിച്ചു ഇവനൊരു 2.5 മണിക്കൂർ വൈഫ് ഒറ്റയ്ക്ക് ഉള്ളൂ, ഒരു 2.5 മണിക്കൂർ നേരത്തെ പൊക്കോന്ന് വിചാരിച്ച് വന്നതായിരിക്കുന്നു. ഞാൻ വിചാരിച്ചു എപ്പോഴും ഞാൻ പോകണില്ല. അപ്പോഴാണ് അപ്പം ഞാനിങ്ങനെ ഇറങ്ങി ഞാൻ അവിടെ നിന്ന് മാറി നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എന്താ നിൻ്റെ കോള്.
3-4 കോള്. അയ്യോ, അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോഴാണ് ഞാൻ നിന്നെ വിളിച്ചത്. അപ്പോഴാണ് അമ്മ പറഞ്ഞ് വാട്ടർ ബ്രേക്ക് ആയെന്ന്. പിന്നെ ഞാൻ അവളോട് ഓടിച്ച് തിരിച്ചു പോയി പറഞ്ഞു വാട്ടർ ബ്രേക്ക് ആയിട്ടാണ് ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. മിഡ് വൈഫ് വന്നിട്ട് ആളെ ചെരിച്ച് കിടത്തി. കാരണം ബേബിക്ക് ഈ പൊസിഷനാണ് ഇഷ്ടം എന്ന് പോലും. അതുകൊണ്ട് ഹാർട്ട് റേറ്റ് കുഴപ്പമില്ല, 140 ആണ്. സാധാരണ 150 ഒക്കെ വന്നപ്പോൾ കുറഞ്ഞോന്ന് ചോദിച്ചാൽ ഇത്തിരി കുറഞ്ഞു. പെയിൻ കോൺട്രാക്ഷൻ കയറേണ്ട വേണ്ടി എടുക്കണ്ടല്ലോ കുഞ്ഞാ. അതെനിക്ക് വേണം ഈ സാധനം പിടിപ്പിച്ചാണ് കറക്റ്റല്ല. എന്താണെന്നറിയില്ല. പക്ഷെ 50-30 അത് ഈ പെയിനോട് ഇതായിന്ന് തോന്നുന്നു. പക്ഷെ നാച്ചുറലി പെയിൻ വന്നു കഴിഞ്ഞാൽ ആണ് നല്ലത് ഇൻഡ്യൂസ് ചെയ്യുന്നതിനേക്കാളൊന്നും അറിയില്ല. ബേബിക്ക് ഇപ്പം എന്തായാലും കുഴപ്പമില്ല. ബേബിയുടെ കാര്യം നോക്കിയാൽ എനിക്ക് കുഴപ്പമില്ല വേദന. ഹലോ ഗൈസ്, ഞങ്ങളിത് പ്രസവിക്കാൻ കിടക്കുകയാണ്. അറിയില്ല എന്താവുന്നു. നാളത്തേക്കാണോ ഇന്നത്തേക്കാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ഞങ്ങളത് ടെൻഷനാണ്, എന്നാൽ ഹാപ്പിയാണ്. കാരണം ഡ്യൂ ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞു. നമുക്ക് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു ദിവസം നമുക്ക് തന്ന ഡേറ്റും കഴിഞ്ഞ് ഇപ്പോൾ 4 ദിവസമായി. അല്ല 8 തന്നെ. അത് കഴിഞ്ഞിട്ടിപ്പോൾ 4 ദിവസമായി. അപ്പം എന്തായാലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇവരുടെ കാര്യമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം അവർ വന്ന് വീണ്ടും ഞങ്ങൾക്ക് രണ്ടാമത് ഞങ്ങളുടെ വാട്ടർ ബ്രേക്ക് വാട്ടറിനകത്തൊരു ഗ്രീൻ കളർ ഉണ്ടെന്നാണ് പറഞ്ഞല്ലേ. കൊച്ചു മഷിയിട്ടെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് ഇതൊന്നും നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ മഷിയിട്ട് തോന്നിയപ്പോൾ പണ്ടേ എടുക്കാൻ നോക്കിയാൽ പ്രശ്നം. അവർ ഡെലിവറി സ്യൂട്ടിലേക്ക് മാറ്റാൻ മിഡ് വൈഫ് വരുമ്പോൾ മിഡ് വൈഫ് അവൈലബിൾ ആകുമ്പോൾ എനിക്കറിയാൻ പാടില്ല. ഇപ്പം ഞങ്ങൾക്ക് അവർ ചെക്ക് ചെയ്തപ്പോൾ 1 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയി. 1 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ. എന്നിട്ട് ഇത്രയും വേദനയാണ്. അവൻ്റെ ഹാർട്ട് ബീറ്റ് കൂടിയാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ അവൻ എൻഗേജ് ആയി നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. പെൽവിസിലേക്ക് ഇറങ്ങി എൻഗേജ് ആയി നിൽക്കുകയാണ്. പക്ഷേ എന്താ പറയുക, ഡയലേഷൻ ആയിട്ടില്ല. ഡയലേഷൻ 1 സെൻറ്റിമീറ്റർ ആയിട്ടുള്ളൂ. എത്ര സെൻറ്റിമീറ്റർ ആവണം? 10 ആവണം. 10 ഇനി 9 സെൻറ്റിമീറ്റർ ആവണോ? ഇതിപ്പോൾ അവർ കൊച്ചിനെ തൊട്ടോ? അതല്ലേ അവർ പറഞ്ഞ തല അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റി. പെൽവിസിലേക്ക് ഇറങ്ങി നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു. ഇവരെങ്ങനെ 1 സെൻറ്റിമീറ്റർ ആയെന്ന് പറഞ്ഞേ? ഇവരെങ്ങനെ അളന്ന് നോക്കി? ഇവർ സ്കെയിലായിട്ടല്ലല്ലോ പോയെ? അവർ കൈയിട്ടിട്ട് ഒരു കൈയാകുമ്പോൾ 1 സെൻറ്റിമീറ്റർ, 2 കൈയാകുമ്പോൾ 2 സെൻറ്റിമീറ്റർ, അങ്ങനെ അപ്പോൾ അങ്ങനെ അവർ 2 കൈ ഇട്ട് നോക്കിയിട്ടാണ് 10 സെൻറ്റിമീറ്റർ ആയെന്ന് അറിയണേ. 2 കൈ ഇട്ടിട്ട് ഇത്രയാക്കും. ഫുൾ കൈ ഇത്രയാകുമ്പോൾ 10 സെൻറ്റിമീറ്റർ. അങ്ങനെ ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. ഞാൻ നോക്കിയപ്പോൾ അവർ സ്കെയിലൊന്നായിട്ട് പോയില്ലല്ലോ. ഇല്ല, അവർ സ്കെയിൽ ഇല്ല, അധികം ഭംഗിയൊന്നുമില്ല. ഫിൽറ്റർ ഇടണേ. ഞാൻ നോക്കിയപ്പോൾ അവർ സ്കെയിലിട്ടൊന്നും പോയില്ല. അതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല. ഈ സാധനം എനിക്ക് പിടിച്ചേ. ഇപ്പം 40-51 എങ്ങനെ ഇരിക്കട്ടെ. ഇത് ടൈറ്റ് അല്ലെന്നേ. ടൈറ്റ് ചെയ്യട്ടെ? കുറച്ച് ടൈറ്റ് ചെയ്യും. പിടിച്ചേ. ഇപ്പോഴാ കുറച്ച് ടൈറ്റ് ആയത്. ഇപ്പോഴാ ടൈറ്റ് ആയത്. നീക്കൂ. ഉണ്ട്. ഇപ്പം എനിക്ക് പെയിൻ ഉണ്ട്. പേടിക്കണ്ട, നോക്കി വെയിറ്റ് ചെയ്യ്. അത് പൊക്കോ. നല്ല പെയിൻ കാണിക്കുന്നുണ്ട്.
വെള്ളം പോവുമെന്ന്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്കൊന്ന് കോൺട്രാക്ട് ഈ ചെയ്യുമ്പോൾ പാട് മൊത്തം വെള്ളമായി. അവരത് മാറ്റി തരണ്ടേ? എനിക്കറിയാൻ പാടില്ല. അയ്യോ അയ്യോ ചെക്കൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുക. കലമാടാന്നല്ല നീ ഉദ്ദേശിച്ചത്. അയ്യോ ചിരിപ്പിക്കല്ലേ. എനിക്കതല്ല 1 സെന്റിമീറ്റർ ആയപ്പോൾ ഈ വേദനയാ. ഇപ്പം 2 സെൻറ്റിമീറ്റർ ആയി കാണും. അതാ വേദന തന്നെ. എടി എനിക്ക് തോന്നുന്നു കോൺട്രാക്ഷൻസ് ആവുമ്പോൾ ഇതിങ്ങനെ ഡൈലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. എന്തൊക്കെ കണ്ടുപിടുത്തടാ. കണ്ടുപിടുത്തം പുള്ളി കണ്ടുപിടുത്തം. 9:30. അയ്യോ 9:30 അമ്മേ. 9:30. 6:30 വാട്ടർ ബ്രേക്ക് ആയതാ. 6:30 വാട്ടർ ബ്രേക്ക് ആയതാ. ഇപ്പം സമയം 9:30. 100ആയി. നല്ല പെയിനുണ്ട് കണ്ടോ. 100ആയി. ഹാർട്ട് ബീറ്റ് 150, പെയിൻ 100ആയി. എൻ്റെ മോനെ.